ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റമദാൻ നോമ്പൊക്കെ തുടങ്ങിയല്ലേ. അപ്പം ഞാൻ ഇന്നൊരു പ്രയർ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു 1 പീസ് പ്രയർ ഡ്രസ്സില്ലേ, അത് നമ്മൾ കാണുമ്പോൾ എങ്ങനെ തയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. നല്ല പാടായിരിക്കും അത് തയ്ച്ചെടുക്കാനെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ മെഷീൻ ചവിട്ടാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രയർ ഡ്രസ്സ് തയ്ച്ചെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടാണ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ ഒരു രണ്ട് അളവ് മാത്രം അറിഞ്ഞാൽ മതി ഒരു നിസ്കാരക്കുപ്പായം തയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പിങ്ക് കളറിലെ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ തയ്ച്ച് കാണിക്കുന്നത് സാധാരണ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന അളവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളുകൾക്ക് നമ്മൾ പ്രയർ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വീതി, നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സായിരിക്കും. 2 അളവ് മാത്രം മതി ഇത് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഈ ഒരു പ്രയർ ഡ്രസ്സ് ഇങ്ങനെ 2 ആയിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു അളവ് എന്ന് പറയുന്നത് ഫ്രണ്ട് പീസിന്റെ അളവാണ്. അത് നമുക്കൊരു 60 ഇഞ്ച് നീളം വേണം. ഇറക്കം എന്ന് പറയുന്നത് 60 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ 60 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ കനം കുറഞ്ഞൊരു തുണിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ ഈസി ആയിരിക്കും ഈ ഒരു പ്രയർ ഡ്രസ്സ്. കനം കുറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് നെഴലടിക്കുകയൊന്നുമില്ല, നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കെടുക്കുകയൊന്നുമില്ല. അങ്ങനെ നല്ലൊരു മെറ്റീരിയലാണിത്. ഇനി അതുപോലെ തന്നെ ബാക്ക് പീസ് നമുക്ക് വേണ്ടത് ഒരു 80 ഇഞ്ചാണ്. 60 ഇഞ്ചിൽ നിന്ന് ഒരു 20 ഇഞ്ച് കൂടുതൽ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ട് നമ്മുടെ മുഖമക്കന വരുന്നത് ഈ ബാക്ക് പീസിലാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് പീസിൽ നമ്മൾ 80 ഇഞ്ച് അളവാണ് എടുത്തിരിക്കുന്നത്. 60 + 20 80 ഇഞ്ച് അളവെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് ഒരു 42 ഇഞ്ച് വീതിയാണ് ഇത് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ അധികം തടിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്കൊരു 32 ഇഞ്ച് വീതിയിൽ എടുത്താൽ മതി. അതല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രയർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നല്ല ലൂസായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇത് 32 ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 32 ഇഞ്ച് കട്ട് ചെയ്തെന്ന് ബാക്കി ഒരു 10 ഇഞ്ചും കൂടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ നീളത്തിലുള്ള ഒരു പീസായിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം കൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തുണി നമ്മൾ കൈക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൈയുടെ വീതി എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിസ്കാരക്കുപ്പായം ഇത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ സാധാരണ പോലെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. അതുപോലെ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് സെൻട്രി കോഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ കൈയുടെ ഇറക്കം വന്നിട്ട് ഞാൻ ഒരു 20 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ 2 തുണിയും കൂടെ ഇതേപോലെ സെൻട്രി കോഡ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. ഇതാണ് നമ്മൾ കൈയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസ് എടുത്തതിന് ശേഷം ഇങ്ങനെ 2 ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇത് നമ്മുടെ മുഖം വരുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഓപ്പൺ ആയിട്ടിടണം. ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം ഞാൻ കൈക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് തയ്ച്ചെടുക്കുന്നത്. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കൈയുടെ താഴ്ഭാഗം വരുന്നില്ല, അവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് മടക്കി അടിച്ചു കൊടുക്കണം. എത്ര വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നിങ്ങൾ എടുക്കുന്നത് അത്രയും വീതി അനുസരിച്ച് നമുക്ക് ഈ കൈയുടെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതുപോലെ കൈയുടെ അടിഭാഗം മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 കൈയും അതേപോലെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ വലിയ തുണി എടുക്കാം. നമുക്ക് അതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, നമ്മൾ 80 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണി എടുക്കാം. ഇപ്പോൾ ഈ ഒരു തുണിയുടെ ഏതെങ്കിലും ഒരു സൈഡ്, വീതി വരുന്ന സൈഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇവിടെ നമ്മുടെ മുഖമക്കന വരുന്ന ഭാഗമാണ്. അപ്പോൾ അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ചെറിയ വീതിയിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയതിന് ശേഷം, ഇതിപ്പോൾ ചീത്തവശമാണ് കേട്ടോ, ചീത്തവശത്താണ് മടക്കി വെച്ചേക്കുന്നത്. നമ്മുടെ മുഖത്തിൻ്റെ അളവ്, ഓരോരുത്തരുടെ മുഖത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് അനുസരിച്ച് നമുക്ക് അത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തയ്ച്ചെടുക്കാവുന്നതാണ്. 2 സൈഡും കൂടി കൂട്ടി വെച്ച് തയ്ച്ചെടുക്കാവുന്നതാണ്.
നമുക്കൊരു 2 സ്റ്റിച്ച് കൊടുക്കാം. ഇത് വിട്ടു പോകാതിരിക്കാൻ, നല്ല എപ്പോഴും നനഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2-3 സ്റ്റിച്ച് ഇവിടെ കൊടുക്കാവുന്നതാണ്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു സൈഡാണ് നമ്മുടെ മുഖമക്കന വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വലിച്ചൊക്കെ നോക്കാം. നമുക്കിതൊന്നും വിട്ടു പോകുന്നില്ല. വിട്ടു പോകാത്ത വിധം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുഖമക്കന തയ്ച്ചതിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു അടിവശത്താണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പീസ് യോജിപ്പിച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ ആ വീതിയില്ലേ 32 ഇഞ്ച് എടുത്ത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ സെൻറ്റർ വെച്ചിട്ട് വേണം നമുക്ക് ഇതിവിടെ തയ്ച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മുഖമക്കനയുടെ ഈ ഒരു സെൻറ്റർ വരുന്ന ഭാഗവും നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു സെൻറ്ററില്ലേ അതും കൂടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഈ ഒരു സൈഡാണ് നമ്മൾക്ക് കൈ വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു ജോയിൻ വന്നിട്ടില്ല, അവിടെയാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിരുന്ന കൈയുടെ ആ ഒരു പീസ് എടുത്തിട്ട് രണ്ടിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗം നോക്കി വെച്ച് കൊടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ തയ്ക്കുമ്പോൾ നമ്മൾ നല്ല വശം വച്ചിട്ട് വേണം തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ആ ഒരു ജോയിൻ വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കൈ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൈയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് കൈ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൈയുടെ അടിഭാഗത്ത് ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണുള്ളത്. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ അളവ് എത്രയാണോ അത്രയും തന്നെ ഇലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിടിക്കണം 2 സൈഡും കൂടി, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഒരു സൈഡിലോട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും അതുപോലെ തന്നെ പിന്നെയും ഇലാസ്റ്റിക് ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് 2 സൈഡും കൂടി കൂട്ടി പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കൈ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇലാസ്റ്റിക് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് 2 സൈഡും ഈ ഒരു ജിൽബാബിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അടിവശം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത്, ഞാൻ മുഖമക്കനയ്ക്ക് ഞാനൊരു വള്ളിയാണ് ഇവിടെ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ 2 പീസ് എടുത്തതിന് ശേഷം വള്ളി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ വള്ളിയും വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്ന നിസ്കാരക്കുപ്പായ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, പക്ഷെ നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവുന്ന ഒരു ജിൽബാബാണിത്. അപ്പോൾ ഞാൻ ഇവിടെ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ, വള്ളിക്ക് പകരം വേണ്ടിയിട്ട്. അല്ലെ, ഇലാസ്റ്റിക് ആകുമ്പോൾ പെട്ടെന്ന് വലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വള്ളി വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.